ഓക്കെ. റിയ, ഗുഡ് ഈവനിങ്. എത്ര പേരുണ്ടെന്ന് പറയൂ? ടോട്ടൽ ട്രെയിനീസ് ഇപ്പൊ ഇതിനകത്ത് 15-16 പേരൊക്കെ ഉണ്ടാവുള്ളൂ. 17 പേര്, 15 പേരേ ഉള്ളൂ. ഓഫീസ് ടോട്ടൽ സ്റ്റാഫ് 30 എന്തോ 30 പേരിലടുത്തുണ്ട്. ഓക്കെ. സോ നമുക്ക് ഇന്ന് അറ്റൻഡൻസ് കുറവായത് കൊണ്ട് നമ്മള് ഈ ക്ലാസ് നമുക്ക് വേറെ ദിവസം എടുക്കാം. ഇനി മറ്റൊരു ദിവസം ഈ ക്ലാസ് നമ്മൾ എടുക്കുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ എടുക്കുന്ന സെഷൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തതിന്റെ കണ്ടിന്യൂഷൻ ആണ്. SWOT അനാലിസിസ് ആണ്. 30 പേർക്ക് ഉള്ളിടത്ത് നമ്മളൊരു 15 പേർക്ക് വേണ്ടി 50% അറ്റൻഡൻസ് ആണ്. ഒരു 20 അബവ് വരുവാണെങ്കിൽ നമുക്ക് അന്നേരം ആ ക്ലാസ്സിനെ കുറിച്ച് എടുക്കാം. നെക്സ്റ്റ് മൺഡേ ക്ലാസ് ഉണ്ടാവും കേട്ടോ. റിയ, നെക്സ്റ്റ് മൺഡേ ലിങ്ക് ഇട്ടോളൂ കേട്ടോ. റിയ എവിടെ പോയി? റിയ ഒക്കെ ഇവിടെ ഒരു താമസിക്കുന്ന ഹോസ്റ്റലിൽ ഒരു റിയ പറയൂ. റിയ, അതുപോലെ ഒരു ആഷ്ന, കുറച്ചു പേര് ഇവിടെ താമസിച്ച് ജോലി ചെയ്യുന്നവരുണ്ട്. കൊച്ചിയില്, എറണാകുളത്ത് ഈ ഞങ്ങളെ ഓഫീസിൽ താമസിച്ച് ജോലി ചെയ്യുന്നവരുണ്ട്. അവര് ഫിഷിംഗ് ഒക്കെ ചെയ്ത് അവർക്ക് ഇന്നൊരു വലിയൊരു മീനെയൊക്കെ അവര് കുളത്തിൽ നിന്നൊക്കെ പിടിച്ച് അവരിന്ന് അവരുടെ സെലിബ്രേഷനും മറ്റു പ്രോഗ്രാമും ഒക്കെ. അതുകൊണ്ട് റിയ മ്യൂട്ട് ആക്കി വെച്ചിട്ട് റിയ കടന്നു കളഞ്ഞു. അപ്പൊ റിയനോട് ചോദിച്ചാൽ ഇപ്പൊ ഉത്തരം കിട്ടാൻ സാധ്യതയില്ല. ഓക്കെ, എന്തായാലും നമുക്ക് SWOT അനാലിസിസ് എന്ന് പറയുന്നത് നമുക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. SWOT, SWOT അനാലിസിസ്. നിങ്ങൾക്ക് സ്ക്രീൻ കാണാം. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന അതേപോലെ തന്നെ നോട്ട് എഴുതിയെടുക്കും. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് സാധാരണ MBA ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ MG യൂണിവേഴ്സിറ്റിയിൽ MBA ചെയ്യുമ്പോഴാണ് ആദ്യം ഈ SWOT അനാലിസിസ് എന്നുള്ളത് കേൾക്കുന്നതും പഠിക്കുന്നതും. അപ്പം SWOT അനാലിസിസ് ഒരു ടീച്ചർ എന്തിനാണ് അറിഞ്ഞിരിക്കേണ്ടത്? ഒരു ടീച്ചർക്ക് എന്താണ് SWOT അനാലിസിസ്? അതിനു മുന്നേ ഞാൻ 1-2 കാര്യങ്ങൾ നേരത്തെ നമ്മള് ടോപ്പിക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്ന ഒരു ടോപ്പിക്കില് പ്രധാനപ്പെട്ടതല്ല, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. അത് നമ്മൾ ഒന്ന് ഓടിച്ച് പറയാം. അതും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക്, അതായത് 4 മാജിക്കൽ, 4 മാജിക് വേർഡ്സ് നമ്മളൊരു ടീച്ചർക്ക് എന്തൊക്കെയാണ് എറ്റിക്വറ്റ് ആൻഡ് മാനേഴ്സ്, മര്യാദ രീതികള് അല്ലെങ്കിൽ പെരുമാറ്റ മര്യാദകൾ എന്നാണ് എറ്റിക്വറ്റ് ആൻഡ് മാനേഴ്സിന്റെ അർത്ഥം. നിങ്ങൾക്ക് അറിയാം ഇത് നമ്മൾ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന. അപ്പൊ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് മുന്നേ ടീച്ചേഴ്സിന് പറയണം. അപ്പൊ അതിന് എഡ്യൂക്കേറ്റിന് ഉപയോഗിക്കുന്ന 4 വാക്കുകളുണ്ട്. 4 വാക്കുകള് ജീവിതത്തിൽ ഒരാളുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. കാരണം എന്താ? നമ്മളെ സംസാരം, നമ്മളുടെ അഹംഭാവം, അല്ലെങ്കിൽ അഹംഭാവം ഇല്ലെങ്കിൽ തന്നെ നമുക്ക് സംസാരിക്കാൻ അറിയില്ലാത്തത് കൊണ്ട് നമുക്ക് അഹംഭാവം ഉണ്ടെന്ന്, അഹങ്കാരം ഉണ്ടെന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും. അപ്പൊ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പേരൻസുമായിട്ട് ഇടപെടുത്തുക, പേരൻസിനോട് മാന്യമായി സംസാരിക്കും. ഇത് ഇന്നത്തെ കാലത്ത് ഇത് അത്യാവശ്യമാണ്. എല്ലാ ടീച്ചേഴ്സും അങ്ങനെ ആയിരിക്കണം നിർബന്ധമില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ആയിരിക്കണം. നമ്മൾ അവനവനാണ് തീരുമാനിക്കുക. നമ്പർ 1 പ്ലീസ് എന്നുള്ളതാണ് ഒരു അത്ഭുത മാജിക് വേർഡ്. എപ്പോഴും നമ്മൾ പറയുമ്പോൾ അഫിക്സിങ് പ്രീഫിക്സ് എന്ന് പറഞ്ഞാൽ, അഫിക്സിങ് എന്ന് പറയുന്നത് ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ പ്ലീസ് എന്ന് പറയുകയോ അല്ലെങ്കിൽ അതിന് മുന്നേ പ്ലീസ് എന്ന് ആഡ് ചെയ്യുകയോ ചെയ്താൽ, അത് കൂട്ടിച്ചേർത്താൽ അത് വളരെ ഉപകാരപ്രദമാണ്. അപ്പോ എഡ്യൂക്കേറ്റഡ് മാനേഴ്സിലെ 4 മാജിക് വേർഡ്സ് എന്ന് പറയുന്നതാണ് എന്താണ് ഈ പ്ലീസ് എന്നുള്ളത്. നമ്പർ 2 ആണ് താങ്ക് യു. മാജിക് വേർഡ്സിലെ 2ാമത്തെ വാക്കാണ് താങ്ക് യു. എന്തിനാണ് താങ്ക് യു? ഇത് കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ് കേട്ടോ, വേണമെങ്കിൽ നോട്ട് ചെയ്തോളൂ. എറ്റിക്വറ്റ് ആൻഡ് മാനേഴ്സ് എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് അറിയാവുന്ന വാക്കുകളാണെങ്കിലും കുട്ടികളോട് ഇത് പറഞ്ഞു കൊടുക്കാൻ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടില്ല. എറ്റിക്വറ്റ് ആൻഡ് മാനേഴ്സ് അത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. ദ 4 മാജിക് വേർഡ്സ്, നിങ്ങൾ എഴുതേണ്ടത് 4 മാജിക് വേർഡ്സ് എന്നാണ്. 4 അത്ഭുത വാക്കുകൾ എറ്റിക്വറ്റ് ആൻഡ് മാനേഴ്സിന്, പെരുമാറ്റ മര്യാദകളില്. എനിക്കൊക്കെ അതിനകത്ത് ഒത്തിരി കുറവുകൾ വന്നിട്ടുള്ള ആളാണ് കേട്ടോ. എന്റെ തൊഴിൽ തുടങ്ങുന്ന സമയങ്ങളിൽ നമുക്ക് അറിയില്ല എങ്ങനെ പെരുമാറണം. ചിലപ്പോൾ ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ അന്ന് BEd പോലും ഇല്ല. ഇത് ഈ യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ ഇവർ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ശരിക്കും ഈ ക്ലാസ് നിങ്ങൾക്ക് സിലബസിന്റെ അല്ല, ഇത് സിലബസിനേക്കാൾ കൂടുതൽ അതിനപ്പുറം വലിയൊരു ലക്ഷ്യത്തിലാണ്. ഇത് എല്ലാവർക്കും ആവശ്യമായതുകൊണ്ട് പറയുന്നു മാത്രമേ ഉള്ളൂ. സെക്കൻഡ് വേർഡാണ് താങ്ക് യു.
ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയും. ചില ആളുകൾ ചില ടീച്ചേഴ്സിനെ കാണുമ്പോൾ ചില ടീച്ചേഴ്സ് നല്ല ഐശ്വര്യമുള്ളവരാണെന്ന് പറയും. ചില ടീച്ചേഴ്സിനെ കണ്ടാൽ നല്ല ഐശ്വര്യമുള്ളവരാണെന്ന് പറയാറുണ്ട്. എന്താ കാരണം? ആ ടീച്ചർ ഐശ്വര്യമുള്ള ആളാണെന്ന് പറയാൻ കാരണം അവർക്ക് ഈ പെരുമാറ്റ മര്യാദകളും എളിമയും വിനയവും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുമുണ്ട്. അത് ആർജിച്ചെടുക്കുന്നതാണ്. ആർജിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രെയിനിങ് കിട്ടിയാൽ അത് നേടിയെടുക്കാം. അപ്പൊ നമുക്കൊരു കുറവുണ്ട്, എനിക്ക് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അറിയില്ല, സംസാരിക്കുമ്പോൾ ഞാൻ എടുത്തുചാട്ടക്കാരിയാണ്, അറിയാണ്ട് പൊട്ടിത്തെറിച്ച് പറഞ്ഞു പോകും. ചിലർ പറയാറുണ്ട്, ഞാൻ ആരുടെ മുഖത്ത് നോക്കി എന്തും വിളിച്ചു പറയും. അതൊന്നും ചെയ്യരുത്, അത് തെറ്റാണ്. അത് രാഷ്ട്രീയത്തിലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സിനിമാ സ്റ്റൈലിൽ പറയാം, എല്ലാവരുടെയും മുഖത്ത് നോക്കി സത്യം ഞാൻ വിളിച്ചു പറയും. അത് പറ്റില്ല. ഒരു പ്രൊഫഷണൽ ജോലി ചെയ്യുമ്പോൾ, പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ സിവിൽ സർവീസ് ആണെങ്കിൽ പോലും, IAS IPS ആണെങ്കിൽ പോലും, സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദം ഗവൺമെന്റിന്റെ ഉത്തരവ് പാലിക്കാന് ഗവൺമെന്റും ജനങ്ങളുമായിട്ടുള്ള ഒരു പാലമാണ്, ഒരു കണ്ണി മാത്രമാണ്. അവൻ രാജാവല്ല. കളക്ടർ ആയാലും SP ആയാലും സർക്കാരിന്റെ ഒരു ആജ്ഞാനുവൃത്തിയാണ്. ജനസേവകൻ മാത്രമാണ്. അപ്പം അവിടെ നമ്മൾ എന്ത് വേണം? ഇത് മനസ്സിലാക്കാതെ അവനവിടെ കിങ് ആണെന്ന് വിചാരിച്ചാലോ? അതിന്റെ എല്ലാ തൊഴിലിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്കൂളിലെ ടീച്ചേഴ്സ് ആണെങ്കിലോ മാനേജ്മെന്റിന്റെയോ മേലധികാരിയുടെയോ നിയമങ്ങൾ അനുസരിച്ചിട്ട് മാത്രമേ സ്കൂളിൽ നമുക്ക് സംസാരിക്കാൻ പറ്റൂ. കാരണം എന്താ? നമുക്കറിയാം, പ്രൈവറ്റ് CBSE സ്കൂളിൽ ഫീസ് വേണം. ചില കുട്ടികൾക്ക് ഫീസ് അടയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് പഠനം മുടങ്ങും, അല്ലെങ്കിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടില്ല. അവർ ചിലപ്പോൾ അത് പ്രൈവറ്റ് സ്കൂളുകളിൽ ഫീസ് ഉണ്ട്, സെൽഫ് ഫിനാൻസിങ് ആണെങ്കിൽ ഗവൺമെന്റ് സ്കൂളിൽ പോയി പഠിക്കാം ഫീസ് ഇല്ലാതെ. എന്നാൽ ക്വാളിറ്റി എഡ്യൂക്കേഷന് വേണ്ടി അല്ലെങ്കിൽ പ്രത്യേകം ഒരു പ്രൈവറ്റ് സ്കൂളിലെ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെട്ടതാണ്, അവിടുത്തെ അധ്യാപകർ നല്ലതാണ് എന്ന് കണ്ട് അവിടെ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് സാമ്പത്തികം ഇല്ലെങ്കിൽ ആ സ്കൂളിലെ നിയമം എന്താണ്? ഫീസ് അടയ്ക്കണം. അപ്പൊ ഒരു ടീച്ചർക്ക് ഒരു കുട്ടിയോട് കരുണ തോന്നി ഈ കുട്ടീനെ ഫീസ് ഫ്രീ ആയിട്ട് പഠിപ്പിക്കാനോ ആ സ്കൂളിലെ മറ്റ് നിയമങ്ങൾ അനുസരിക്കാതിരിക്കാനോ പറയാൻ പറ്റില്ല. മാനേജ്മെന്റിന്റെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കണം. അപ്പൊ നമുക്ക് എന്തും എവിടെയും സത്യമാണ് എങ്കിൽ പോലും തുറന്നു പറയുന്നത് എല്ലാ പ്രൊഫഷനിലും പ്രൊഫഷണൽ എത്തിക്സ് പാലിച്ചിട്ട് വേണം. പേഴ്സണൽ കാര്യം വേറെ, പ്രൊഫഷണൽ കാര്യം വേറെ. ഞാൻ ഈ പറയുന്നതൊക്കെ പ്രൊഫഷനുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. താങ്ക് യു എന്നുള്ളതാണ് സെക്കൻഡ്. അപ്പൊ ഇത് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. നന്ദിയുള്ള മനോഭാവമായിരിക്കുക എല്ലാവരോടും. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന നിമിഷം നിങ്ങൾ ഇത് കേൾക്കാൻ നിങ്ങളിൽ ജീവശ്വാസം നിലനിൽക്കുന്നതിനും നിങ്ങൾക്ക് നന്ദി വേണം. ആരോട്? ദൈവത്തിനോട്. അപ്പൊ അതാണ് താങ്ക് യു എന്നുള്ള വാക്കിന്റെ രണ്ടാമത്തെ മാജിക് വേർഡ്. ഇനി മൂന്നാമത്തെ മാജിക് വേർഡ് ആണ് സോറി. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇത് സോറി എന്നൊക്കെ പറയുന്നത് കൊണ്ട് ചില കമ്മ്യൂണിക്കേഷൻ, ഒരു സോറി പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളുള്ളെങ്കിൽ ലേഡീസ് ടീച്ചേഴ്സ് സ്കൂളിൽ പരദൂഷണവും അസൂയയും കുശുമ്പും. ഞാൻ എല്ലാ ലേഡീസ് ടീച്ചേഴ്സിനെ കുറിച്ചും അങ്ങനെ പറയുന്നില്ല കേട്ടോ. ചില സ്കൂളുകളിൽ ആണുങ്ങളും പെണ്ണുങ്ങളായാലും സ്റ്റാഫിന്റെ ഇടയിൽ ഗ്രൂപ്പിസം ഉണ്ടാവും, അല്ലെങ്കിൽ ചില ആളുകൾ തമ്മിൽ ഈഗോ കോംപ്ലക്സ് ഉണ്ടാവും, കോൺഫ്ലിക്റ്റ് ഫൈറ്റ് ഉണ്ടാവും. ഐ ആം സോറി എന്ന് പറയുന്നിടത്ത് ആ പ്രശ്നം തീരും. അപ്പോ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടതാണ് ഈ 4 അത്ഭുത വാക്കുകൾ. അതിൽ മൂന്നാമത്തെ വാക്കാണ് സോറി. അപ്പൊ എന്ത് പറയണം? പേരന്റിനോട് പറയണം. നമ്മളൊരു പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കി, ഹോംവർക്ക് നോക്കി അതിൽ ചെയ്തില്ല, നമ്മൾ കറക്റ്റ് ചെയ്തത് നമ്മൾ എഴുതി കൊടുത്തതിൽ ടീച്ചർക്ക് തെറ്റുപറ്റാം. ടീച്ചർമാരെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്ന എത്രയോ സംഭവങ്ങളുണ്ട്. ടീച്ചർക്ക് എന്തൊക്കെ അബദ്ധങ്ങൾ പറ്റും. ഓൺലൈൻ ക്ലാസ്സിന്റെ സമയത്ത് ടീച്ചർമാരുടെ അബദ്ധങ്ങൾ പെരുകിയിട്ട് ചില സ്കൂളുകളിലെ ടീച്ചർമാർക്ക് ഒരു വിലയില്ലാണ്ടായി. അതായത് ഓൺലൈൻ ക്ലാസ്സിന്റെ സമയത്ത് ലൈവാണ്, ടീച്ചർ പറയുന്ന അബദ്ധങ്ങൾ നാട്ടുകാർ മുഴുവനും അറിയും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ടീച്ചർക്ക് തെറ്റുപറ്റി, ടീച്ചർ ഒരു കുട്ടിയെ അടിച്ചു, അല്ലെങ്കിൽ ടീച്ചർ ഒരു കുട്ടിയെ വഴക്ക് പറഞ്ഞു, ഒരു കുട്ടിയുടെ മനസ്സ് വേദനിച്ചു. ആ കുട്ടിയുടെ എന്ത് പറയണം? നിന്റെ മനസ്സ് വേദനിച്ചു എന്ന് എനിക്കറിയാം, നിനക്ക് സങ്കടമായി, സോറി. കുട്ടീനെ ചേർത്ത് പിടിക്കും. അതുപോലെ ടീച്ചർ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തി, ടീച്ചർ നോട്ട്ബുക്ക് കറക്ഷൻ ചെയ്തില്ല, പേരന്റ് ഒരു പരാതി പറഞ്ഞു. അപ്പൊ എന്ത് പറയണം? സോറി, ഐ ആം സോറി. അല്ലാണ്ട് ന്യായീകരിക്കരുത്. ന്യായീകരണ തൊഴിലാളി ആവരുതെന്നാണ്. എന്തിനാണ് ന്യായീകരിക്കരുത് എന്ന് പറയണേ? ഈ നിങ്ങൾ സോറി പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും നഷ്ടമില്ല, മറിച്ച് ബന്ധങ്ങൾ വളരും. ആ ബന്ധങ്ങളാണ് നിങ്ങളുടെ വളർച്ച. ആ ബന്ധങ്ങൾ നിലനിർത്താൻ പറ്റും. അപ്പൊ സോറി പറയാം.
ക്ലിയർ? ഇനി നാലാമത്തെ മാജിക് വേർഡ് ആണ് ഈ നമ്മള് ചിലർക്ക് ഈ സോറി പറയാനൊക്കെ ഭയങ്കര ദുരഭിമാനമാണ്. ഒരു സോറി പറഞ്ഞാൽ തീരുള്ളൂ, പക്ഷെ നമ്മളത് പറയൂല. അങ്ങനെ ഒരു വർഷം മുഴുവൻ സ്കൂളിൽ വേറെ ടീച്ചറായിട്ട് പിണങ്ങിയിരുന്ന ടീച്ചർമാരെ എനിക്കറിയാം. അപ്പൊ പിന്നീട് ഈ ടീച്ചർക്ക് വിട്ടുമാറാത്ത തലവേദനയാണ്. നമ്മളെ മനസ്സ് സന്തോഷമില്ല. ഇപ്പൊ നിങ്ങൾ ആയിരിക്കുന്ന കുടുംബത്തിൽ, നിങ്ങൾ കുടുംബത്തിലെ കുടുംബാംഗങ്ങളുമായി ഉള്ളിന്റെ ഉള്ളിൽ പൊരുത്തക്കേടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ജീവിക്കുകയല്ല, നിങ്ങൾ അവിടെ മരിച്ചു ജീവിക്കുകയാണ്. നിങ്ങൾ അവിടെ മരിക്കുകയാണ്. നിങ്ങൾക്ക് ജീവൻ എന്ന് പറയുന്നത് അത് ദൈവീകമാണ്. ജീവിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലൈവായിട്ടിരിക്കുക എന്ന് പറയുന്നത്, അത് ഓരോ ക്രിയാത്മകമാണ്. അവിടെ ഒരിക്കലും നെഗറ്റീവ് എനർജിക്ക് സ്ഥാനമില്ല. അപ്പോ അതുകൊണ്ട് ഈ സോറി പറഞ്ഞ് ബന്ധങ്ങൾ ഊഷ്മളമാക്കും. ഇനി എക്സ്ക്യൂസ് മീ എന്നുള്ളതാണ് നാലാമത്തെ മാജിക് വേർഡ്. ഇത് ഈ ടോപ്പിക്കിലുള്ളത് കൊണ്ടാണ് 4 വേർഡ് പറയുന്നത്. എക്സ്ക്യൂസ് മീ എന്ന് പറയുന്നതാണ് നമ്മളൊരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു സ്ഥലത്ത് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുട്ടികൾ ടീച്ചർമാരുടെ ഇടയിലൂടെ പോകുമ്പോൾ കുട്ടീനെ പറഞ്ഞു പഠിപ്പിക്കണം. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മാത്രമല്ല, ടീച്ചർ എന്ന നിലയ്ക്ക് മാത്രമല്ല, കുട്ടികളോടും ടീച്ചേഴ്സ് ഇത് പറഞ്ഞു പഠിപ്പിക്കണം. 4 മാജിക് വേർഡ്സ് ഫോർ എറ്റിക്കറ്റ് ആൻഡ് മാനേഴ്സ്. സ്വഭാവ പെരുമാറ്റ മര്യാദകളുടെ 4 മാജിക് വേർഡ്സ് ആണ്. എക്സ്ക്യൂസ് മീ. അപ്പം ഇത് ഒരു ഓഫീസിൽ പ്രിൻസിപ്പലിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ, ഒരു മീറ്റിംഗിൽ ഒരു ടീച്ചർ ഒരു കാര്യം പറയുമ്പോൾ, എക്സ്ക്യൂസ് മീ, എനിക്ക് ഈ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. അതൊക്കെ ഒരു മര്യാദയാണ്. അലറുക, അല്ലെങ്കിൽ തർക്കിക്കുക, കയർത്ത് സംസാരിക്കുക, ശബ്ദമുയർത്തുക, ഇതൊന്നും ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ കൂടിയും ചിലര് പറയും എന്റെ ഭാഗത്തല്ലേ സത്യം, എനിക്ക് പറയാൻ പറ്റില്ലേ. സത്യമുണ്ടെങ്കിൽ നിങ്ങൾ ശാന്തമായി ഇരുന്നാൽ മതി, നിങ്ങൾ വിജയിക്കും. കാരണം സത്യം വിജയിക്കുമല്ലോ. അതുപോലെ മറ്റൊരാളുടെ ഭാഗത്ത്, നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശബ്ദമുയർത്താൻ അവകാശവും ഇല്ല, കാരണം നിങ്ങൾ തെറ്റുകാരിയാണ്. അപ്പം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ശാന്തമായിരിക്കുന്നതാണ് ഉചിതം. എറ്റിക്കറ്റ് ഓഫ് ഗ്രീറ്റിംഗ് പീപ്പിൾ. ഹലോ, നമസ്തേ, നമസ്കാർ, രാം രാംജി, ജയ് ശ്രീകൃഷ്ണ. ഓരോ സ്കൂളിലെ കൾച്ചർ അനുസരിച്ചിട്ടാണ് ഇത് കേട്ടോ. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ രാം രാംജി, ജയ് ശ്രീരാം, ഇങ്ങനെയൊക്കെ പലതും പറയും. ഗുഡ് മോർണിംഗ് പറയും. ഓരോരുത്തർക്കും ഓരോ സ്ഥലത്താണ്, ഓരോ രീതിയിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലെ യൂസ് മീ, ഡു നോട്ട് അബ്യൂസ് മീ, ഇത് കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ്. ടീച്ചേഴ്സും മനസ്സിലാക്കേണ്ടതാണ്. കുട്ടികള് അല്ലെങ്കിൽ രക്ഷിതാക്കൾ എന്റെ അറിവിനെയും എന്റെ സേവനത്തെയും ഉപയോഗിച്ചോളൂ, പക്ഷെ എന്നെ ദുരുപയോഗിക്കരുത്. ഇതുപോലെ തന്നെ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കണം. നിങ്ങളെ സേവനം, നിങ്ങളുടെ ബന്ധുക്കൾക്ക്, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നു, പക്ഷെ എന്ത് ചെയ്യരുത്, ഡോണ്ട് അലൗ അതേഴ്സ് ടു അബ്യൂസ് യു. നിങ്ങളെ ദുരുപയോഗിക്കാൻ അനുവദിക്കും. അബ്യൂസ് പല രീതിയിലാണ്. ബാഡ് വേർഡ്സ് ഉപയോഗിക്കാം, ചീത്ത വാക്കുകൾ ഉപയോഗിച്ച് അബ്യൂസ് ചെയ്യാം, മറ്റു പല രീതിയിൽ ചൂഷണങ്ങൾ ചെയ്യാം, എക്സ്പ്ലോയിറ്റ് ചെയ്ത് അബ്യൂസ് ചെയ്യാം. അപ്പൊ അതൊക്കെയാണ് നമ്മൾ അതിനകത്ത് ഉദ്ദേശിച്ചത്. ഓക്കെ, എറ്റിക്കേറ്റ് ആൻഡ് മാനേഴ്സ് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മെയിൻ ഹെഡിങ് ആണ് നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞത്. ഇനി ടെലിഫോൺ എറ്റിക്കേറ്റ്, പേരൻസിനെ വിളിച്ച് സംസാരിക്കുക. പേരൻസ് നിങ്ങളെ വിളിക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കുക, നിങ്ങളുടെ സംസാരത്താൽ നിങ്ങളെ അളക്കും. നിങ്ങളുടെ സംസാരത്താൽ നിങ്ങളെ അളക്കും. വാക്ക് വായിന്ന് വീണു പോയാൽ പിന്നീട് തിരിച്ചു കിട്ടില്ല. ടീച്ചറായി കഴിയുമ്പോൾ ഈ കാര്യം പ്രത്യേകം ഓർക്കണം. കാരണം ഒരു പേരന്റ് കൊണ്ട് ഒരു ജീവിതം അവസാനിക്കില്ല. നിങ്ങളുടെ തൊഴിലില് അനേക കസ്റ്റമേഴ്സിൽ ഒരു പേരന്റ് ഒരിക്കൽ അനേകമായ ആളുകളിൽ, നൂറുകണക്കിന് ആളുകളിൽ ഒരാൾ മാത്രമാണ്. ആ ശീലം അയാളോട് സംസാരിക്കുന്നത് വളരെ സൂക്ഷിച്ചല്ലെങ്കിൽ, അത് ഇന്നത്തെ കാലത്ത് പലരും അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാവുന്നതും നിങ്ങളെ പൊളൈറ്റ് ആയിട്ട് സംസാരിക്കേണ്ടത് ഒക്കെ. ഈ ഡ്രസ് എറ്റിക്കേറ്റ് ഉണ്ട്, ടീച്ചേഴ്സിന് ഡ്രസ് കോഡ് ഉണ്ട് കേട്ടോ. അത് പല സ്കൂളുകളിലുണ്ട്. ഗവൺമെന്റ് സ്കൂളുകളിലെ കാര്യം വേറെ, പ്രൈവറ്റ് സ്കൂളുകളിൽ വേറെ. ഗവൺമെന്റ് സ്കൂളുകളിൽ ചില സ്കൂളുകൾക്ക് യൂണിഫോം ഒക്കെ ഉണ്ട്, പക്ഷെ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ അല്ലേ. പക്ഷെ പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ ടീച്ചേഴ്സിന് ചില സ്കൂളിൽ കോട്ട് ഉണ്ട്, ID കാർഡ് ഉണ്ട്, സാരി യൂണിഫോം ഉണ്ട്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, ഡ്രസ് എറ്റിക്കേറ്റ് ഉണ്ട്. നിങ്ങളത് ഒരു സ്ഥലത്ത് പോകുമ്പോൾ എറ്റിക്കേറ്റ് ഓൺ ദ റോഡ്, അതൊക്കെ നിങ്ങൾക്ക് കുട്ടികളെ ഡ്രൈവർ ആയിട്ടുള്ളവരുടെ എറ്റിക്കേറ്റ്, അല്ലെങ്കിൽ പാർക്കിങ്ങിന്റെ എറ്റിക്കേറ്റ്, എറ്റിക്കേറ്റ് ഓഫ് ഇൻട്രൊഡക്ഷൻസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു ടോപ്പിക്ക് കഴിഞ്ഞു നിങ്ങളെ അതിനകത്ത്. ഇനി നമുക്ക് ഇപ്പോൾ പറഞ്ഞ നമ്മളുടെ SWOT അനാലിസിസിലേക്ക് പോകണം. SWOT അനാലിസിസ് നിങ്ങൾ മാർക്ക് ചെയ്യണം.
നിങ്ങൾ എഴുതിയെടുക്കണം. മറ്റത് നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടില്ല. സെൽഫ് അനാലിസിസ് ത്രൂ സോട്ട്. സോട്ട് എന്ന് പറയുന്നത് എന്താണെന്നതാണ് നമ്മൾ ഇനി കാണുന്നത്. സോട്ട് അനാലിസിസ് ഒരു ടീച്ചറായി അല്ലെങ്കിൽ ഒരു തൊഴിലിൽ ചെയ്യുന്ന ഒരാള് ഈ സോട്ട് അനാലിസിസ് ചെയ്യണം. സോട്ട് അനാലിസിന്റെ SWOT അതിന്റെ ഫുൾ ഫോം ആണ് സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെഡ്സ്. സ്ട്രെങ്ത്, ഒരു ടീച്ചറായ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു വ്യക്തിയായ, ഒരു അമ്മയായ, അല്ലെങ്കിൽ സാധാരണ ഒരു കുടുംബനാഥയായ, ഒരു പ്രൊഫഷണലായ നിങ്ങൾക്ക് എന്തൊക്കെ ശക്തിയാണുള്ളത്, നിങ്ങളുടെ സ്കിൽസ്, റിസോഴ്സസ് ആണ് സ്ട്രെങ്ത് ഉദ്ദേശിക്കുന്നത്. വീക്ക്നെസ്, നിങ്ങൾക്കുള്ള കുറവുകൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ദുർബലമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്. നിങ്ങൾക്ക് ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടോ, ആത്മവിശ്വാസക്കുറവ്, അതുപോലെ എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടതാണ്, നിങ്ങളുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും പറയാൻ ആരുമില്ലാത്തവരുടെ അവസ്ഥയാണ് ഇൻസെക്യൂരിറ്റി ഫീലിംഗ്. സുരക്ഷിതത്വ ബോധമില്ലായ്മ ഇന്നത്തെ കാലത്ത് മക്കൾക്കും കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഒക്കെ ഉണ്ട്. അപ്പൊ അത് ഒരു നിങ്ങളുടെ വീക്ക്നെസ് ആണ്. നിങ്ങളുടെ കഴിവുകേടുകള്, ബലഹീനതകളാണ് വീക്ക്നെസ്. ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങൾക്ക് എന്തൊക്കെ അവസരങ്ങളുണ്ട്. നിങ്ങൾക്ക് KG ടീച്ചർ ആവാം, PG ഉള്ള അല്ലെങ്കിൽ കഴിവുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് 7th വരെ പഠിപ്പിക്കാം. ഇനി നിങ്ങൾക്ക് PG ചെയ്യാം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾസ് അസോസിയേഷൻ തന്നെ നിങ്ങൾക്ക് PG ഒക്കെ ചെയ്യാം. PGക്കൊക്കെ ചെറിയ പൈസ ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് പരീക്ഷ എഴുതും. അപ്പോ അത് UGC അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റിയുടെ, കേരള, കാലിക്കറ്റ്, MG യൂണിവേഴ്സിറ്റി ഈക്വൽ സ്റ്റാറ്റസ് ഉള്ള യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ്. ഈ MDTC അല്ലെങ്കിൽ മോണ്ടിസോറി പ്രീ പ്രൈമറി TTC എന്നൊക്കെ പറയുന്നത് ഷോർട്ട് ടൈം കോഴ്സുകളാണ്. ടീച്ചർ ട്രെയിനിങ്ങിന്റെ ഏറ്റവും താഴെയുള്ള കോഴ്സാണ് പ്രീ പ്രൈമറി TTC. ഏറ്റവും ബേസ് എലമെന്ററി എഡ്യൂക്കേഷൻ ആണ്, ഡിപ്ലോമ ഇൻ എലമെന്ററി എഡ്യൂക്കേഷൻ. അതിനുശേഷം B.Ed, അതിന് മുകളിലാണ് M.Ed, മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ. നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കി ഇരുന്നിട്ട് വേണം നമ്മൾ ആരാണെന്ന് നോക്കാൻ. പക്ഷെ ഒരു കാര്യം പറയാം, ഒരു ട്രെയിനിങ് സർട്ടിഫിക്കറ്റും ഇല്ലാതെ ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും പ്രൈമറിയിലും പഠിപ്പിക്കുന്ന ധാരാളം അധ്യാപികമാര് നമുക്ക് കേരളത്തിലുണ്ട്. കാരണം എന്താ, അവർക്ക് ടീച്ചിങ് ഒരു സ്കില്ലാണ്, കഴിവാണ്. B.Ed കഴിഞ്ഞവർ ജോലി ഇല്ലാത്തവർ ഒത്തിരി പേരുണ്ട്, കാരണം കഴിവില്ല. M.Ed കഴിഞ്ഞിട്ട് പഠിപ്പിക്കാൻ അറിയാത്തവരുണ്ട്. അപ്പൊ ഒരു സ്കില്ലാണ് ടീച്ചിങ്. ഡ്രൈവിങ്ങും പാചകം, നീന്തല് ഒക്കെ പോലെ തന്നെയുള്ള ഒരു കലയാണ് അധ്യാപനം. ഒരു കലയാണ്, അതിന്റെ ഒരു കലാപരമായ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. ഓക്കെ, അപ്പോ ദിസ് മൊഡ്യൂള് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈ പറഞ്ഞ സ്ട്രെങ്തൻ ഇവിടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് എഴുതിയെന്നുള്ളൂ. സ്ട്രെങ്ത് ആണ്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്, നിങ്ങളുടെ മുന്നിലുള്ള അവസരങ്ങളാണ് നമ്മൾ തിരിച്ചറിയണ്ടേ. ഞാൻ ഒരു 10 വർഷം ജോലി ചെയ്ത്, അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞാൽ ഞാൻ KG ഹെഡ് ആവും, KG പ്രിൻസിപ്പൾ ആവും, അല്ലെങ്കിൽ ഞാനൊരു പ്രീ പ്രൈമറി സ്കൂൾ തുടങ്ങും. ഈ കോഴ്സ് സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾക്ക് അതൊക്കെ ഓപ്പർച്യൂണിറ്റിയാണ്. ത്രെഡ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠനത്തോടൊപ്പം ജോലി ചെയ്യാം, കേരളത്തിന് പുറത്ത് ജോലി ചെയ്യാം. പക്ഷെ വീട്ടിലെ സാഹചര്യം അനുസരിച്ചിട്ട് വേണം കേട്ടോ. അങ്ങനെ ചെയ്യുന്നവർ 2 വർഷം കേരളത്തിന് പുറത്ത് ജോലി ചെയ്തിട്ട് ഞങ്ങളെ ടീച്ചേഴ്സ് ഉണ്ട്, നാഗാലാൻഡിലൊക്കെ പോയി ജോലി ചെയ്യും. ഫുൾ ഇംഗ്ലീഷ് ആണ് അവിടെ. അപ്പോ തിരിച്ചു വരുന്ന ആള് പിന്നീട് PG ഒക്കെ എടുത്ത് ഒരു പ്രിൻസിപ്പൽ പദവിയിലാണ് ഇരിക്കുന്നത്. അപ്പൊ അവരുടെ ജീവിതം മാറി. 50,000, 75,000, 1,00,000 രൂപ ശമ്പളം ഉണ്ട് പ്രിൻസിപ്പലിന്. CBSE സ്കൂളിൽ മിനിമം 500 കുട്ടികളുള്ള സ്കൂളിൽ 50,000 മുകളിൽ ശമ്പളം ഉണ്ട്. അപ്പൊ നോക്കൂ, അതാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി. ഇനി ത്രെഡ്സ് എന്താണ്, നിങ്ങളുടെ വെല്ലുവിളികൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ചലഞ്ചസ്. ബന്ധുക്കള്, നാട്ടുകാര്, വീട്ടുകാര് ഒക്കെ വെല്ലുവിളിയാണ്. ചിലർക്ക് അവർ സപ്പോർട്ടാണ്, ചിലർക്ക് വെല്ലുവിളിയാണ്. പിന്നെ എന്താണ് നിങ്ങൾക്കുള്ള നിങ്ങളുടെ മറ്റെന്തെങ്കിലും പ്രോബ്ലംസ്, പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ വെല്ലുവിളികളാണ്. നിങ്ങൾ നേരിടുന്ന ചലഞ്ചസ് ആണ് ത്രെഡ്സ്, ഭീഷണി. കാരണം നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, നിങ്ങൾക്ക് അതൊക്കെ നിങ്ങളുടെ ഒരു ത്രെഡ് അല്ലെങ്കിൽ വെല്ലുവിളിയായിട്ട് കാണാം. അല്ലെങ്കിൽ നിങ്ങളെ ഇന്ന രീതിയിൽ വർക്ക് ചെയ്ത് കഴിവ് വളരാൻ, പ്രൊഫഷണൽ ഡെവലപ്മെന്റിന് തടസ്സമായി നിൽക്കുന്നതാണ് നിങ്ങളുടെ ത്രെഡ്സ്. ഇതൊരു വ്യക്തി അനലൈസ് ചെയ്യണം. ഒരു വീട്ടമ്മ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു കുടുംബനാഥ എന്ന നിലയിൽ നിങ്ങളുടെ കഴിവുകൾ, ഒരു കുടുംബത്തെ നയിക്കേണ്ട ഒരാളാണ്. അപ്പൊ അതിനൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കും. അത് കുടുംബനാഥനും കുടുംബനാഥയും, അല്ലെങ്കിൽ ആരാണോ ലീഡർ ഓഫ് ദ ഫാമിലി, ടീം ലീഡർ, ഫാമിലി ഹെഡ് ഉണ്ടല്ലോ, ഈ ഫാമിലി ഹെഡ് അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കുന്ന കുടുംബത്തിന് വളർച്ചയിലേക്ക് പോകും. അപ്പൊ അവിടെ ഒരു വളർച്ച ഉണ്ടാവും. ഇനി സെൽഫ് അനാലിസിസ്, ഇത് വെച്ചിട്ട് ഞാനിപ്പോ പറഞ്ഞത് നിങ്ങളുടെ പ്ലാൻ ഓഫ് ആക്ഷൻ ആണ്, ആക്ഷൻ പ്ലാൻ. The result of the process is a plan of action, action plan. The analysis can be performed on a product, on a service company, or even on an individual. ഈ SWOT അനാലിസിസ് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നടത്താം,
ഒരു കമ്പനിയുടെ വീക്ക്നെസ്, സ്ട്രെങ്ത്, കമ്പനിയുടെ ശക്തികള്, കമ്പനിയുടെ കഴിവുകള്, അല്ലെങ്കിൽ കമ്പനിയുടെ അവസരങ്ങള്, ആ കമ്പനി അതേ പ്രൊഡക്റ്റ് ആ നാട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങളിൽ പലരും കേക്ക് ഉണ്ടാക്കി വിൽക്കുന്നവരുണ്ട്. അപ്പോ അതിന്റെ അവസരങ്ങളൊക്കെ കണക്കാക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ SWOT അനാലിസിസ് നടത്താം. അപ്പൊ SWOT അനാലിസിസ് ഫോക്കസ് ചെയ്യുന്നത് സ്ട്രെങ്ത് ആണ്. പോസിറ്റീവ്, ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ ആട്രിബ്യൂട്ട്സ് ആണ്. ഇന്റേണൽ ടു എ പേഴ്സൺ, ദേ ആർ വിത്തിൻ ദ പേഴ്സണൽസ് കൺട്രോൾ. നമ്മുടെ ശക്തികളെയാണ്, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ശക്തി, ഒരു പ്രൊഡക്റ്റിന്റെ സ്ട്രെങ്ത് ഇതാണ്. കാരണം ചില പ്രൊഡക്റ്റിനൊക്കെ ആ പ്രൊഡക്റ്റിന് മാത്രമേ ആ ക്വാളിറ്റി ഉണ്ടാവൂ. അത് സ്ട്രെങ്ത് ആണ്. വീക്ക്നെസ് എന്താണ്? ചില പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക്, ചില കമ്പനികൾക്ക്, സ്ഥാപനങ്ങൾക്ക് പോരായ്മകൾ ഉണ്ടാവും. ദാറ്റ് ആർ വിത്തിൻ പേഴ്സൺസ് കൺട്രോൾ. ഏത് മേഖലയിലാണ് നമ്മൾ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടത്? അതാണ് വീക്ക്നെസ്. ഓപ്പർച്യൂണിറ്റി, വാട്ട് ഓപ്പർച്യൂണിറ്റീസ് എക്സിസ്റ്റ് ഇൻ ദ എൻവയോൺമെന്റ് വിച്ച് വിൽ പ്രൊപ്പൽ, അതായത് നമ്മുടെ വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റെയോ വളർച്ചയ്ക്കുള്ള അവസരങ്ങൾ എന്തൊക്കെയാണ്? അതാണ് അവസരങ്ങൾ. ഈ എക്സ്റ്റേണൽ അട്രാക്റ്റീവ് ഫാക്ടേഴ്സ് ആണ്, പുറത്തുള്ള ബാഹ്യമായ ആകർഷണം നൽകുന്ന ഫാക്ടറാണ് ഓപ്പർച്യൂണിറ്റി. ഇനി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ ഒരു പ്രൊഫഷൻ, ഞാനിത് പറയുന്നത്, നമ്മളൊരു ടീച്ചിങ് എന്ന് പറയുന്ന ഒരു ലോയൽ പ്രൊഫഷനാണ്, ഒരു രാജകീയമായ അമൂല്യമായ ഒരു തൊഴിലാണ് ടീച്ചിങ്. അപ്പൊ അതുകൊണ്ട് ആ പ്രൊഫഷനെ അതിന്റെ പ്രാധാന്യത്തോടു കൂടി കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ത്രെറ്റ്സ്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ബിയോണ്ട് പേഴ്സൺസ് കൺട്രോൾ വിച്ച് could place the person's mission or operation at risk. നിങ്ങളുടെ ബാഹ്യമായ വെല്ലുവിളികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെയാണ് ത്രെറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് അവരവര് അങ്ങനെ അനലൈസ് ചെയ്ത് എഴുതി തയ്യാറാക്കും. ഹൗ ടു ഡു എ SWOT അനാലിസിസ്. SWOT അനാലിസിസ് എങ്ങനെയാണ് നടത്തുന്നത്? ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ യു ഓർ യുവർ ടീംസ് ആർ ഫ്യൂച്ചർ ആർ പ്ലാനിംഗ് ഫോർ സ്പെസിഫിക് പ്രോഡക്ട്സ്, വർക്ക്, പേഴ്സണൽ ഓർ എനി അതർ ഏരിയ, ദ SWOT അനാലിസിസ് പ്രോസസ് ഈസ് ദ സെയിം. ഇൻഫർമേഷൻ കളക്ഷൻ, നമ്മൾ ഈ SWOT അനാലിസിസിന് ഈ SWOT എന്ന് പറയുന്ന ആ കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ ആണ്. ആ ഇൻഫർമേഷൻ വേണം. ആ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് കോളം തിരിച്ച് എഴുതണം. വളരെ കൃത്യമായി റിയലിസ്റ്റിക് ആയിട്ട് എഴുതണം. യു ക്യാൻ കണ്ടക്ട് 1-to-1 ഇന്റർവ്യൂ. ഇത് ഇന്റർവ്യൂ നടത്തിയെടുക്കാം, പരസ്പരം ചോദിച്ച് മനസ്സിലാക്കി എഴുതിയെടുക്കാം. അപ്പൊ പരസ്പരം അറിയാം ഓരോരുത്തരുടെ ശക്തിയും. SWOT അനാലിസിസ് സെപ്പറേറ്റ് നടത്താം. You will first want to prepare questions that relate to the specific company or product that you are analyzing. You will find some questions and issues to get you going. When facilitating a SWOT, search for insight through intelligent questioning and probing. അപ്പോൾ നല്ല രീതിയിൽ SWOT അനാലിസിസ് നടത്തി നിങ്ങൾക്ക് സ്വയം തയ്യാറെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് SWOT അനാലിസിസ് എന്ന് ഉദ്ദേശിക്കുന്നത്. വ്യക്തിത്വ വികസനത്തിൽ ഈ SWOT അനാലിസിസിനുള്ള പങ്ക് വളരെ വലുതാണ്. എന്താണ് വ്യക്തിത്വ വികസനത്തിൽ SWOT അനാലിസിസിനുള്ള പങ്ക്? നിങ്ങൾക്ക് അതിനെ കുറിച്ച് മനസ്സിലാക്കാനാണ്. നമ്മളെ കുറിച്ച് തന്നെ മനസ്സിലാക്കാനാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഏരിയയിലാണോ മെച്ചപ്പെടുത്തേണ്ടത്, ഏത് തൊഴിലാണോ തിരഞ്ഞെടുക്കേണ്ടത്, എങ്ങനെയാണോ ഞാൻ കുറച്ചും കൂടെ മെച്ചപ്പെട്ട വ്യക്തിയാവേണ്ടതെന്നൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ SWOT അനാലിസിസ്. ഇപ്പൊ ഇത് ഒരു ഫിഗർ 5 ആണ്. സ്ട്രെങ്ത് എന്തൊക്കെയാണ്? സെൽഫ് ബിലീഫ്, കോൺഫിഡൻസ്, യൂണീക് റിലേഷൻഷിപ്പ് വിത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സപ്പോർട്ടേഴ്സ്. ഇതൊക്കെ എന്റെ ശക്തികളാണ്. വീക്ക്നെസ് എന്താണ്? കുറച്ചും കൂടെ ആത്മവിശ്വാസം വേണം, ധൈര്യം വേണം, ഫിനാൻഷ്യൽ സാമ്പത്തിക സ്ഥിതിയില്ല, ഇനി ഡൈവേഴ്സിഫിക്കേഷൻ സിസ്റ്റം. ഇതൊരു സ്ഥാപനത്തിന്റെ കമ്പനിയുടെ ഒക്കെയാണ് കേട്ടോ. ഓപ്പർച്യൂണിറ്റീസ്, ഇന്റർനെറ്റ് ആസ് എ മീഡിയ, പല കാര്യങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി, അവസരങ്ങളുണ്ട്. പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റും. ഞാൻ എഡ്യൂക്കേഷൻ നേടിയാൽ മറ്റുള്ളവർക്ക് പഠിപ്പിക്കാൻ. ത്രെറ്റ്സ്, കോമ്പറ്റീഷൻ ഉണ്ട്, കഴിവ് തെളിയിക്കണം, നല്ല സ്ട്രാറ്റജി വേണം. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു